ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ഇതാ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ റൈസ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിവിടെ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അരി ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. മാക്സിമം 10 മിനിറ്റ്, അതിൽ കൂടാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് പാനിലോട്ടേക്ക് കുറച്ച് വെള്ളം എടുക്കാം. ഇനി ആ വെള്ളം ഒന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബോൺലെസ് ചിക്കൻ. അപ്പോൾ അതിലോട്ടേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ സോയാ സോസുമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സോയാ സോസ് ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ എടുത്തത്. അപ്പം ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂണോളം എടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഇതിൽ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ അരി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് അരിയും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കണക്കാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു 90% മാത്രമേ വേവുണ്ടേ. അപ്പോൾ ഇത് ഏകദേശം അരി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വാർത്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മഞ്ചൂരിയനിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതാ ഇത്രയും ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ സോയാ സോസുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. മുട്ടയും കുരുമുളകും ചില്ലി ഫ്ലേക്സും സോയാ സോസും വിനാഗിരിയും ഒക്കെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ച ചിക്കനിലോട്ടേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മിക്സ് എത്തണം. അപ്പം കൈവച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് എത്തിച്ചേരണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വേറെ കിട്ടിയിട്ടുണ്ട് ചോറ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടേക്കുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലോട്ടേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലോട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് മാത്രമേ ഫ്രൈ ചെയ്തിട്ട്, ഓവറായിട്ട് ഡ്രൈ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതാ നോക്കിയേ. ഇനി നമുക്കിതൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബൗളിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലോട്ടേക്കുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, കേബേജാണ് എടുത്തിട്ടുള്ളത്. എല്ലാം പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കാം. പാൻ ചൂടായതിനു ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും കൂടി അതിലോട്ടേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീൻസ് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികളൊന്നും ഓവർ കുക്ക് ആയിപ്പോവരുത്. അതിനുശേഷം നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ചില്ലി ഗാർലിക് സോസും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്കുള്ള മുട്ട ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് അത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക്
ഈ നേരത്തെ തയ്യാറാക്കിയ പച്ചക്കറിയിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനിയാണ് നമുക്ക് ഇതിലോട്ടുള്ള നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചോറ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം കുറച്ച് നല്ലോണം സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ചോറ് ഇവിടെ സെറ്റായേ. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ടേസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലോട്ടേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കും. ഇത് ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രമേ ആവുള്ളൂ. ഇനി നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലോട്ടേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ടേക്കുള്ള സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചില്ലി ഗാർലിക് സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസുമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് സോയാ സോസും നല്ലോണം കുരുമുളകും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ആ ഒരു സമയത്ത് തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ആ ചിക്കനിലോട്ടേക്ക് ആ മസാല എല്ലാം പിടിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ, നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പം അതും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് നല്ലോണം സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ കറി തന്നെയാണ് ഇത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പം ഞാനിന്നിവിടെ ഫ്രൈഡ് റൈസിന് കോംബോ ആയിട്ടാണ് ഈ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കഴിയുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി ഇതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.